കല്യാണ തട്ടിപ്പ് പതിവാക്കിയ യുവതി പിടിയിലായി. ആര്യനാട് പോലീസാണ് കോട്ടയം കാഞ്ഞിരമറ്റം സ്വദേശി രേഷ്മയെ അറസ്റ്റ് ചെയ്തത്. ആര്യനാട് പഞ്ചായത്ത് അംഗത്തെ തട്ടിപ്പിരയാക്കാൻ ശ്രമിച്ചപ്പോഴാണ് പിടിയിലായത്. 7ാമത്തെ കല്യാണത്തിന് തൊട്ടു മുൻപാണ് ഈ അറസ്റ്റ്. അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തൻ, ഈ കല്യാണ തട്ടിപ്പ് വീരന്മാരെ കുറിച്ചുള്ള നിരവധി വാർത്തകൾ നമ്മൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു യുവതി കല്യാണ തട്ടിപ്പിന് പിടിയിലാകുന്നത് അത് അങ്ങനെ സാധാരണ നിലയിൽ കേട്ടുകേൾവി ഉള്ളതല്ല. ഇവരുടെ പശ്ചാത്തലം എന്താണ്? ഇപ്പോൾ 7ാമത്തെ വിവാഹം, ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ രീതി? രതീഷ്, ഇത് രേഷ്മയുടെ 7ാമത്തെ കല്യാണമാണോ അതോ 12ാമത്തെ കല്യാണമാണോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം 12 വിവാഹം വരെ ഇവർ കഴിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തെളിവെടുപ്പും ചോദ്യം ചെയ്യലുമൊക്കെ ഇപ്പോഴും ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ തുടരുകയാണ്. ഇന്നലെയാണ് ഈ രേഷ്മയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്, അതും നാടകീയമായിട്ടാണ്. ഈ സംഭവം വിശദമായി പറഞ്ഞാൽ, ആര്യനാട് പഞ്ചായത്തിലെ ഒരംഗം വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് കാണിച്ച് ഒരു വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ തൻ്റെ ചിത്രവും ഫോൺ നമ്പറും ഒക്കെ നൽകിയിരുന്നു. അതിന് പ്രതികരണമായിട്ടാണ് ഒരു ഫോൺ കോൾ ഈ പഞ്ചായത്ത് അംഗത്തെ തേടി എത്തുന്നത്. അതൊരു സ്ത്രീയുടെ ഫോൺ കോളാണ്. അവരുടെ മകൾക്ക് ഈ വിവാഹത്തിൽ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാണ് വിളിച്ചത്. അങ്ങനെ സംസാരിച്ചു. പരസ്പരം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കൊള്ളാം എന്ന് പഞ്ചായത്ത് അംഗത്തിന് തോന്നി. ഈ ഒരു വിവാഹാലോചനയുമായി മുന്നോട്ട് പോകാം എന്ന് കരുതുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അമ്മ രേഷ്മയ്ക്ക് ഫോൺ നൽകി. അങ്ങനെ ഇരുവരും തമ്മിൽ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ വിവാഹം കഴിക്കാം എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തി. അതിനിടയിലാണ് രേഷ്മ പഞ്ചായത്ത് അംഗത്തെ മറ്റൊരു കാര്യം അറിയിക്കുന്നത്. താൻ ദത്തെടുക്കപ്പെട്ട മകളാണ്, അതുകൊണ്ട് അമ്മയ്ക്ക് ഈ വിവാഹത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല, തനിക്ക് നേരെ വലിയ ഉപദ്രവമൊക്കെയാണ് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്തേക്ക് വരാൻ പഞ്ചായത്ത് അംഗം നിർദ്ദേശം നൽകി. അങ്ങനെ 5-ാം തീയതി രേഷ്മ തിരുവനന്തപുരത്തേക്ക് എത്തി. ഒരു സുഹൃത്തിനൊപ്പമാണ് എത്തിയത്. അതിനുശേഷം ഇന്നലെ വിവാഹം കഴിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. അതുവരെ രേഷ്മയെ ഈ പഞ്ചായത്ത് അംഗത്തിന്റെ സുഹൃത്തായ മറ്റൊരു അംഗത്തിന്റെ വീട്ടിലാണ് താമസിപ്പിച്ചത്. അങ്ങനെ ഇന്നലെ വിവാഹം കഴിക്കാൻ വേണ്ടി രാവിലെ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിനിടെ ഈ സ്ത്രീയുടെ പെരുമാറ്റത്തിൽ ഈ വീട്ടുകാർക്ക് ചില സംശയങ്ങളൊക്കെ തോന്നി. അങ്ങനെയാണ് അവരുടെ ബാഗ് പരിശോധിച്ചപ്പോൾ മറ്റൊരു വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ രേഖ അവർ കണ്ടെത്തി. അവർ വളരെ രഹസ്യമായി പോലീസിനെ വിവരം അറിയിച്ചു. അപ്പോൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കല്യാണത്തിന് വേണ്ടി ഒരുങ്ങി നിന്ന രേഷ്മയെ ആര്യനാട് പോലീസ് നാടകീയമായി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. അതോടുകൂടിയാണ് വലിയൊരു വിവാഹ തട്ടിപ്പിന്റെ വിവരം പുറത്തു വരുന്നത്. അപ്പോൾ ഇന്നലെ തയ്യാറെടുത്തത് 7ാമത്തെ കല്യാണത്തിനായിരുന്നു രേഷ്മ ആദ്യം പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കല്യാണം ഇപ്പോൾ 7 കല്യാണം അല്ലെങ്കിൽ 12ാമത്തെ കല്യാണമാണോ എന്ന് പോലീസിന് സംശയമുണ്ട്. എങ്ങനെയാണ് ഈ കല്യാണം കഴിച്ചതിന് ശേഷം എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടപ്പാക്കുന്നത്? എങ്ങനെയാണ് ഇവരുടെ ഒരു ഓപ്പറേഷൻ രീതി? പോലീസ് ഇപ്പോൾ പറയുന്നത് ഇവരുടെ ഒരു രീതി, ഇവർ ഇങ്ങനെ ആൾക്കാരുമായി വിവാഹം തീരുമാനിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്ത ശേഷം അവരുടെ പണവും സ്വർണവും ഒക്കെ അവരിൽ നിന്ന് ഇതുപോലെ തൻ്റെ ദയനീയാവസ്ഥ വിവരിച്ച് സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വാങ്ങിക്കും കല്യാണത്തിന് വേണ്ടി. ആ സ്വർണവും പണവുമായിട്ട് എന്തെങ്കിലും ഒരു മുട്ടുന്യായം പറഞ്ഞ് ആരെങ്കിലും കാണാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങ് പോകും, പിന്നെ അപ്രത്യക്ഷയാകും. അങ്ങനെ ഇവരുടെ പേരിൽ നേരത്തെ കേസുണ്ട് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അപ്പോൾ കുറേ നാളായിട്ട് ഇവരെ ചില പോലീസ് സ്റ്റേഷനുകളിലൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരെ കണ്ടെത്താൻ. അങ്ങനെ പണവും സ്വർണവും തട്ടാൻ വേണ്ടിയുള്ള വിവാഹ തട്ടിപ്പാണ് ഇവരുടെ രീതി. മാത്രമല്ല ഇവർക്ക് ഒരു കുട്ടിയുമുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ്. കാരണം ഇവർക്കെതിരെ നിരവധി മറ്റ് പരാതികൾ പല പോലീസ് സ്റ്റേഷനിലും ഉണ്ട് എന്നുള്ള വിവരമാണ് ആര്യനാട് പോലീസിന് കിട്ടുന്നത്. അല്പസമയത്തിനകം തെളിവെടുപ്പ് കൂടി പൂർത്തിയാക്കിയ ശേഷം കോടതിയിൽ ഹാജരാക്കാനാണ്, മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കാനാണ് ആര്യനാട് പോലീസിന്റെ തീരുമാനം. രതീഷ്.